200-300 ക്വസ്റ്റ്യൻസിൽ തുടങ്ങി പിന്നെ ഒരു 500,000 റേഞ്ച് വരെ. പ്രിപ്പറേഷൻ സമയത്ത് ഏറ്റവും ചാലഞ്ചിങ് ആയിട്ടുള്ള സബ്ജക്ട് ഏതായിരുന്നു? എന്തായാലും ഉള്ളിലൊരു മോട്ടിവേഷൻ വേണം, എന്നാലേ ഇതിന് ഇറങ്ങിയിട്ട് കാര്യമില്ല. കാരണം കുറേ പ്രൈഷൻ ഡൗൺ ആവും. മാമിന്റെ രാവിലത്തെ മോട്ടിവേഷൻ എല്ലാ സെഷൻസും കേൾക്കുമായിരുന്നു. യെസ്, ഓൾമോസ്റ്റ്. ഇന്റേൺഷിപ്പ് സമയത്ത് അങ്ങനെ പറ്റിയില്ല. ഇന്റേൺഷിപ്പ് കഴിഞ്ഞ പിന്നെ എല്ലാ ദിവസവും കേൾക്കലുണ്ട്. ഹലോ ഓൾ, ഡോക്ടർ ആഷിഖാണ് ഫ്രം ബാട്ടി കാലിക്കറ്റ്. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഡോക്ടർ ജീന, നമ്മുടെ 156 ഓൾ ഇന്ത്യ റാങ്ക് 156 2025 എക്സാമിലെ റാങ്ക് ഹോൾഡർ ആണ്. സോ ജീനയുടെ MDS ജേർണി എങ്ങനെയായിരുന്നു എന്നുള്ളത് നമുക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാം. സോ വെൽക്കം ജീന നമ്മുടെ ഒരു ചെറിയ പോഡ്കാസ്റ്റ് സെഷനിലോട്ട്. സോ ജീന 156 എന്നുള്ള ഒരു ഡ്രീം റാങ്ക് സിംഗിൾ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ എന്തായിരുന്നു ഒരു എന്താ പറയുക ഒരു ഫാക്ടർ, ഒരു ഗെയിം ചേഞ്ചിങ് ഫാക്ടർ എന്നൊക്കെ പറയുകയാണെങ്കിൽ ഒരു സിംഗിൾ ഫാക്ടർ ഉണ്ടാവുമല്ലോ ഈ ഒരു പ്രിപ്പറേഷൻ സമയത്ത്, എന്തായിരുന്നു അത്? കൺസിസ്റ്റൻസി, സ്ഥിരമായിട്ട് ഒരേ റുട്ടീൻ ഫോളോ ചെയ്തു. അത് തന്നെയായിരുന്നു മെയിൻ. കൺസിസ്റ്റൻസിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീ എന്നുള്ളത് തന്നെയാണ് ജീന പറഞ്ഞിട്ടുള്ളത്. നോക്കുകയാണെങ്കിൽ ഇന്റേൺഷിപ്പ് നമുക്കറിയാം ഭയങ്കര ഹെക്ടിക്കാണ്. ഇപ്പോൾ പ്രൈവറ്റ് ഡെന്റൽ കോളേജ് KMCT തോന്നുന്നു പഠിച്ചത് അല്ലേ? KMCT ഡെന്റൽ കോളേജിലെ 2018 ബാച്ച് സ്റ്റുഡൻ്റ് ആണ്. KMCT പഠിച്ച സമയത്ത് ഹെക്ടിക് ആയിട്ടുള്ള ഇന്റേൺഷിപ്പുകൾ സമയങ്ങൾ കുറേ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എങ്ങനെയായിരുന്നു ഈ സ്റ്റഡി ഹവേഴ്സ്, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയായിരുന്നു ഈ ഇന്റേൺഷിപ്പിന്റെ കൂടെയുള്ള പ്രിപ്പറേഷൻസ് എങ്ങനെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്? ഞാൻ തുടങ്ങിയത് ഇത് October 2023. ഇന്റേൺഷിപ്പിന്റെ കൂടെ തന്നെ ഇതും ജോയിൻ ചെയ്തു. പിന്നെ ക്ലാസ്സസ് കഴിഞ്ഞിട്ട് ഈവനിങ് ക്ലാസ്സസ് ഉണ്ടായിരുന്നു നമുക്ക്. അപ്പോൾ ആ ക്ലാസ്സസ് ഒക്കെ ജോയിൻ ചെയ്ത് പിന്നെ അത് കഴിഞ്ഞ് ക്വസ്റ്റ്യൻസ് ചെയ്യുമായിരുന്നു. ലൈവ് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഒരു മോർണിംഗ് രാവിലെ എണീച്ച് പ്രീവിയസ് ഇയർത്തെ നോട്ട്സ് റിവൈസ് ചെയ്ത് ഒന്നും കൂടെ ക്വസ്റ്റ്യൻസ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഒരു കംപ്ലീറ്റ്ലി ഇന്റേൺഷിപ്പിന്റെ സമയത്ത് തന്നെ പ്രിപ്പറേഷൻ അടിപൊളിയായിട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് കാര്യമുള്ളത്. കഴിഞ്ഞിട്ട് പ്രിപ്പയർ ചെയ്ത പോലെ പിന്നെ ലാസ്റ്റ് ഇയർ 137 റാങ്ക് ഡോക്ടർ ശില്പ ആള് കയറി വന്നപ്പോൾ പിന്നെ ഒന്നും കൂടെ ഒരു മോട്ടിവേഷൻ കിട്ടി. ഇന്റേൺഷിപ്പ് ടൈമിൽ തന്നെ ഇതും കൂടെ ചെയ്തെടുക്കാന്നുള്ള ഒരു മോട്ടിവേഷൻ കിട്ടിയപ്പോൾ അങ്ങനെ ഒരു സീനിയറുടെ മോട്ടിവേഷന്റെ പുറത്താണ് ഒരു ഇന്റേൺഷിപ്പിന്റെ കൂടെ തന്നെ പഠിക്കുക എന്നുള്ള ഒരു തീരുമാനം എടുത്തത്. നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്റേൺഷിപ്പ് വളരെ ഹെക്ടിക്കായിട്ട് പോകുന്ന ഒരു ഏരിയ ആണ്. ഡെന്റലിനെ സംബന്ധിച്ചും വളരെ ഹെക്ടിക്കായിട്ട് പോകുന്ന ഒരു സമയമാണ്. സോ ആ ഒരു സമയത്ത് ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള പ്രിപ്പറേഷൻ്റെ കൂടെ തന്നെയാണ് MDS പോലത്തെ ഒരു ബിഗ്ഗർ കോമ്പറ്റേറ്റീവ് എക്സാം അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റുക എന്നുള്ളതാണ്. ഞാൻ ഒരു കാര്യം ചോദിക്കുകയാണെങ്കിൽ, ഇപ്പോൾ പ്രിപ്പറേഷൻ തുടങ്ങാൻ നിൽക്കുന്ന കുറേ പേരുണ്ടാവും. ഇപ്പോൾ നിന്റെ ജൂനിയേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ നിനക്ക് കുറേ മെസ്സേജസ് വരുന്നുണ്ടാവും ഇന്റേൺഷിപ്പിൽ എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നത്. അങ്ങനെയുള്ള പിള്ളേർക്കുള്ള ഒരു അഡ്വൈസ് ആയിട്ട് എന്താണ് പറയാനുള്ളത്? ഇന്റേൺഷിപ്പിന്റെ കൂടെ തുടങ്ങിയാൽ 1.5 ഇയർ ഓൾമോസ്റ്റ് നമുക്ക് കിട്ടും. പിന്നെ ഇന്റേൺഷിപ്പ് കഴിഞ്ഞിട്ട് ഒരു 6 months ഉണ്ടാവും പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്റേൺഷിപ്പിന്റെ കൂടെ തന്നെ തുടങ്ങുന്നത് നല്ലത്. ഇടയ്ക്ക് ക്ലിനിക്സിൽ ഫ്രീ അവേഴ്സ് ഒക്കെ കിട്ടുമ്പം ആപ്പും മൊബൈലിലുണ്ടല്ലോ, അപ്പോൾ എപ്പോൾ വേണമെങ്കിലും ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുക, ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക, അങ്ങനെ ഒരു റുട്ടീൻ ഉണ്ടാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്നുള്ളതാണ് പറയാനുള്ളത്. ഡോക്ടറുടെ ഒരു ഡെയിലി സ്കെഡ്യൂളൊക്കെ നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ഡെയിലി സ്കെഡ്യൂൾ ഉണ്ട്? അതുപോലെ തന്നെ റിവിഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എങ്ങനെയാണ് റിവിഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത്? ഇപ്പോൾ ഈ ഇന്റേൺഷിപ്പിന്റെ സമയത്തൊക്കെ ഭയങ്കര ഹെക്ടിക് ആണല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഡെയിലി സ്കെഡ്യൂളും അതുപോലെ തന്നെ റിവിഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്? റിവിഷൻസ് അധികം വീക്കെൻഡ്സിന് ആ വീക്ക് പഠിച്ചത് ഏകദേശം ഒരു 100% എന്തായാലും നമുക്ക് റിവൈസ് ചെയ്യാൻ പറ്റൂല. പറ്റുന്നത്ര റിവൈസ് ചെയ്തങ്ങ് പോവുക. പിന്നെ ഇന്റേൺഷിപ്പ് കഴിഞ്ഞപ്പോൾ ഫുൾ റിവിഷൻ തന്നെ ആയിരുന്നു. ഈ ലാസ്റ്റ് സമയത്ത് പ്രിപ്പറേഷൻസ് എങ്ങനെയായിരുന്നു? ലൈക്ക് ലാസ്റ്റ് 3 months, ഇപ്പോൾ സെപ്റ്റംബറിൽ എനിക്ക് തോന്നുന്നു ഇന്റേൺഷിപ്പ് കഴിഞ്ഞിട്ടുണ്ടാവും. ആഫ്റ്റർ ദാറ്റ് എങ്ങനെയായിരുന്നു ഒരു റിവിഷൻ മെത്തേഡ് ഒക്കെ ഉണ്ടായിരുന്നു? ഒരു 2-3 സബ്ജക്ട്സ് ലാഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ക്ലാസ്സസ് ഒന്ന് കണ്ടു തീർത്തു. പിന്നെ റിവിഷൻ പ്രോ വീഡിയോസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിലെ കൂടെ ഒന്ന് എല്ലാം റിവൈസ് ചെയ്ത് പിന്നെ ക്വസ്റ്റ്യൻസ് ചെയ്യലായിരുന്നു കണ്ടിന്യൂസ് ആയിട്ട്. സ്റ്റാർട്ടിങ് ഒരു 200-300 ക്വസ്റ്റ്യൻസിൽ തുടങ്ങി പിന്നെ ഒരു 500,000 റേഞ്ച് വരെ എത്തി. ഈ ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാൻ വെച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. 1000 ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാന്ന് പറയുമ്പോൾ മേ ബി തള്ളാണെന്ന് എല്ലാവരും വിചാരിക്കും. ആദ്യം നമ്മൾ മീറ്റിംഗിന്റെ സമയത്തൊക്കെ 1000 ക്വസ്റ്റിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ജീനക്കും അങ്ങനെ തള്ളാണെന്നൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ചെയ്തു തുടങ്ങിയപ്പോഴാണ് തോന്നുന്നു. പിന്നെ ആ ഒരു ഫ്ലോയില് 1000 അറിയും കൂടി ഇല്ല 1000 ആയി അങ്ങനത്തെ ഒരു. പ്രിപ്പറേഷൻ സമയത്ത് ഏറ്റവും ചാലഞ്ചിങ് ആയിട്ടുള്ള സബ്ജക്ട് ഏതായിരുന്നു? അതിനെങ്ങനെയാണ് ജീന ഓവർകം ചെയ്തത്? ജനറൽ മെഡിസിൻ ആയിരുന്നു. അത് വായിക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ അത് കുറെ കൊളാബ് ചെയ്തിട്ടായിരുന്നു പഠിക്കൽ. ഇപ്പോൾ ഫിസിയോളജി ഉണ്ട്, അതിൽ ഫാർമക്കോളജി ഉണ്ട്. അങ്ങനെ എല്ലാ സബ്ജക്റ്റും കൂടെ കമ്പൈൻ ചെയ്ത് ഏകദേശം അതൊരു
ജസ്റ്റ് ഒന്ന് റിലേറ്റബിൾ ആയിട്ട് അങ്ങനെ വായിക്കുമായിരുന്നു. അങ്ങനെ കമ്പൈൻ ചെയ്ത് കുറെ സബ്ജക്ട്സിനെ പഠിക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ളതാണ്. ഫാക്കൾട്ടീസ് എത്രത്തോളം ഈ ഒരു കോൺസെപ്റ്റ്സ് ഒക്കെ ക്ലിയർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? ഫാക്കൾട്ടീസ് എപ്പോഴും അവൈലബിൾ ആണ്. ഇപ്പൊ ടെലിഗ്രാം ഗ്രൂപ്പ് ആയാലും ശരി, പിന്നെ ലാസ്റ്റ് ഞാൻ അർജുന ബാച്ച് എന്ന് പറഞ്ഞാൽ അതിലുണ്ട്. അപ്പോൾ വാട്സാപ്പ് ഗ്രൂപ്പാണ്, പെട്ടെന്ന് തന്നെ അവർ റിപ്ലൈസ് ഒക്കെ തരുമായിരുന്നു. അപ്പൊ എപ്പോഴും അവർ അവൈലബിൾ ആണ്, എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും. ഇപ്പോൾ നമുക്കറിയാം MCQs ആണ് ഏറ്റവും ഇതിൻ്റെ ഒരു കോർണർ സ്റ്റോൺ എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ ഈ MCQs ഡെയിലി എത്രണ്ണം ചെയ്യുന്ന കാര്യം ജീന പറഞ്ഞു. MCQs ചെയ്യുന്ന സമയത്ത് മിസ്റ്റേക്സുകൾ വരുമല്ലോ, അപ്പോൾ അതിനെങ്ങനെയാണ് ഇത് ഐഡന്റിഫൈ ചെയ്യുന്നത് മിസ്റ്റേക്സ് ആണ്, എന്നിട്ട് എങ്ങനെയാണ് അത് മിസ്റ്റേക്സുകൾ കറക്റ്റ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നത്? മിസ്റ്റേക്സ് ആദ്യം എന്തായാലും ഫസ്റ്റ് റൗണ്ടിൽ കുറേ മിസ്റ്റേക്സ് ഉണ്ടാവും. അതപ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത് പോയിട്ട് പിന്നെ റിവിഷൻ ആണ് കീ. റിവൈസ് ചെയ്താൽ പിന്നെ നമുക്ക് മനസ്സിലാവോ ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരുന്നു, അപ്പോൾ അതങ്ങനെ ചെയ്യും. അപ്പോൾ കണ്ടിന്യൂസ്ലി ഇങ്ങനെ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ചെയ്തിട്ടുണ്ടായത്. ഓക്കെ, നെക്സ്റ്റ് ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ ക്വാണ്ടിറ്റി ഓഫ് ടൈം ആൻഡ് ക്വാളിറ്റി ഓഫ് ടൈം എന്നുള്ളതുണ്ട്. ഇപ്പോൾ ഇന്റേൺഷിപ്പിന്റെ സമയത്ത് നമുക്ക് മേ ബി ക്വാളിറ്റി ഓഫ് ടൈം കിട്ടണം എന്നില്ല. അപ്പോൾ ഈ രണ്ട് കാര്യത്തിനെ കുറിച്ച് എന്താണ്? ക്വാണ്ടിറ്റി ഓഫ് ടൈം ആണോ ആവശ്യമുള്ളത്, അല്ലെങ്കിൽ ക്വാളിറ്റി ഓഫ് ടൈം ആണോ ആവശ്യമുള്ളത്? ക്വാളിറ്റി ഓഫ് ടൈം ആണ്. കാരണം നമ്മളിപ്പം 10 മണിക്കൂർ ഇരുന്നു എന്ന് വെച്ചാലും 10 മണിക്കൂർ പഠിച്ചു എന്ന് വരില്ല. അപ്പോൾ അതിൽ നമ്മളിപ്പം 10 മണിക്കൂർ ഇരുന്നാലും നമുക്കൊരു 100% കൊടുക്കാൻ പറ്റുന്ന ഒരു 6 മണിക്കൂറൊക്കെ കാണുമല്ലോ. അപ്പോൾ അതിൽ ഫുള്ളി കോൺസെൻട്രേറ്റ് ചെയ്യുക, പിന്നെ ഇടയ്ക്ക് ഷോർട്ട് ബ്രേക്സ് എടുക്കുക, പാട്ടൊക്കെ കേൾക്കുക. ഞാൻ ചോദിക്കാനുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ എന്തായാലും കുറേ മെൻ്റൽ സ്ട്രെസ് നിറഞ്ഞൊരു സമയമാണ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഭയങ്കര ഹെക്റ്റിക് ആവുന്ന സമയത്ത് എന്തായിരുന്നു വളരെ നമ്മുടെ ആ ഹെക്ടിക്നെസ്സിനെ ഒഴിവാക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു കാര്യം എന്തായിരുന്നു? പാട്ട് കേൾക്കും, പിന്നെ വീട്ടിൽ ഗാർഡൻ ഉണ്ട്, അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് ഇരുന്ന്. നീ പഠിച്ചു കഴിഞ്ഞപ്പോൾ ഗാർഡൻ വലിയതായോ? ഗാർഡൻ ഓൾറെഡി ലോൺ ഉണ്ട് വീട്ടിൽ, അപ്പോൾ അതൊക്കെ വലിയ ഗാർഡനായിട്ട് മാറിയിട്ടുണ്ടാവും. പഠിച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞപ്പോൾ, പഠിക്കുന്ന സമയത്ത് വെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞപ്പോൾ. ഓൾസോ ഈ സ്ട്രെസ് ഡെഫിനറ്റ്ലി ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് സ്ട്രെസ് വരും. ഇപ്പം എങ്ങനെയാണ് സ്ട്രെസ്സിനൊക്കെ ഓവർകം ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഇമോഷണൽ ബ്രേക്ക് ഡൗൺ എങ്ങനെയായിരുന്നു ഓവർകം ചെയ്തിട്ടുണ്ടായിരുന്നത്? അപ്പോൾ ക്ലോസ് ആയിട്ടുള്ള ഒരു 2-3 ഫ്രണ്ട്സ് ഉണ്ട്, അവരിങ്ങനെ പ്രിപ്പയർ ചെയ്യുന്ന സമയം തന്നെയായിരുന്നു. അപ്പോൾ മനസ്സിലായി എല്ലാവരും സ്ഥിതി തന്നെയാണ്. വിളിച്ചപ്പോൾ അവരെ ഒന്നിക്കലും ഇങ്ങോട്ട് മോട്ടിവേഷൻ ചെയ്യില്ല, ഞാൻ അങ്ങോട്ട് മോട്ടിവേറ്റ് ചെയ്യും. അങ്ങനെ ഹെൽപ്പിംഗ് ആയിരുന്നു അങ്ങോട്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നടത്തുന്ന മീറ്റിങ്സ്, അക്കാഡമിക് മീറ്റിങ്സ്, നിയാസ് സർ ആയാലും ഭയങ്കര മോട്ടിവേഷൻ ആയിരുന്നു. ഓൾസോ നമ്മളിപ്പോൾ പ്രിപ്പറേഷൻ്റെ സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന അടുത്തൊരു വെല്ലുവിളിയാണ് ഇതിപ്പോൾ ഒരു സെൽഫ് ഡൗട്ടൊക്കെ അടിക്കും. നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കുകയാണ്, നമ്മൾ വീട്ടിലാണ്, നമുക്കിങ്ങനെ നമ്മളെ പിയർ ഗ്രൂപ്പ്സിലുള്ള ആൾക്കാരൊക്കെ പല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സെൽഫ് ഡൗട്ടിനൊക്കെ എങ്ങനെയാണ് ഓവർകം ചെയ്തിട്ടുണ്ടായിരുന്നത്? എന്തായാലും ഉള്ളിലൊരു മോട്ടിവേഷൻ വേണം, എന്നാലേ ഇതിന് ഇറങ്ങിയിട്ട് കാര്യമില്ല. കാരണം കുറേ പ്രാവശ്യം ഡൗൺ ആവും. അപ്പോൾ ഉള്ളിൽ നിന്ന് ഒരു മോട്ടിവേഷൻ ഇല്ലാണ്ട് പുറത്തുനിന്ന് എത്ര മോട്ടിവേറ്റ് ചെയ്താലും കാര്യമില്ല. ഉള്ളിൽ തന്നെ വരണം എന്നുള്ളതാണ്. അതായത് നമ്മളായിട്ട് തന്നെ ഇറങ്ങി തിരിച്ചൊരു കാര്യമാണ്, നമ്മളത് അച്ചീവ് ചെയ്യണം എന്നുള്ള ഒരു ധാരണ, ഫയർ നമുക്ക് തന്നെ വേണം എന്നുള്ളതാണ്. ബാട്ടിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫാക്കൾട്ടി ആരാ? ഹിമാനി മാമിന്റെ രാവിലത്തെ മോട്ടിവേഷൻ എല്ലാ സെഷൻസും കേൾക്കുമായിരുന്നു? യെസ്, ഓൾമോസ്റ്റ്. ഇന്റേൺഷിപ്പ് സമയത്ത് അങ്ങനെ പറ്റിയില്ല. ഇന്റേൺഷിപ്പ് കഴിഞ്ഞ പിന്നെ എല്ലാ ദിവസവും കേൾക്കലുണ്ട്. ഇത് റുട്ടീനായി മാറി. കറക്റ്റ് 8:45 മാമിന്റെ വോയിസ് കേൾക്കുമ്പോൾ തന്നെ ഒരു വല്ലാത്ത പോസിറ്റീവ് എനർജി. രാവിലെ എല്ലാ ദിവസവും 8:35-ന് 8:45-ന് മാമിന്റെ സെഷൻ ഉണ്ടാവും എല്ലാ ദിവസവും? എല്ലാ ദിവസവും ഉണ്ടാവും. അല്ലെങ്കിൽ ഏറ്റവും ഭയങ്കര ഡ്രൈ ആയി തോന്നിയ സബ്ജക്ട് ജനറൽ മെഡിസിൻ തന്നെ. ജനറൽ മെഡിസിൻ തന്നെ. ബാട്ടിയുടെ ആപ്പിന്റെ ഫീച്ചേഴ്സിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചേഴ്സ് എന്താ ഈ ഗൂഗിൾ ആപ്പിൽ? കസ്റ്റം ബാങ്ക്. അത് നമുക്ക് റാൻഡം ആയിട്ട് ഈ ലാസ്റ്റ് ടൈം ഓഫ് റിവിഷനിൽ റാൻഡം ആയിട്ട് എല്ലാ സബ്ജക്റ്റിനും ഒരുമിച്ച് ക്വസ്റ്റ്യൻസ് കിട്ടുമായിരുന്നു. പിന്നെ നോട്ട്സ് എല്ലാ സമയത്തും നമ്മൾ ടാഗ് നോക്കിയാൽ ഇപ്പോൾ കോൺസെപ്റ്റ് നമുക്ക് ക്ലിയർ അല്ലെങ്കിൽ ആ ടൈം ടാഗ് നോക്കിയിട്ട് നമുക്ക് വീണ്ടും ആ വീഡിയോസ് ഒന്നും കൂടെ പ്ലേ ചെയ്താൽ ഈസി ആയിരുന്നു. പഠിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഫണ്ണി ആയിട്ടുള്ള ഇൻസിഡൻസോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒരു സ്റ്റഡി ന്യൂമോണിക്സിനെ കുറിച്ചൊക്കെ ഭയങ്കര ഫണ്ണി ആയിട്ട് തോന്നിയ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു സമയം ഉണ്ടായിട്ടുണ്ടോ? പ്രിപ്പറേഷൻസ് ഇപ്പോൾ നമുക്കറിയാം ഇന്റേൺഷിപ്പിൽ തുടങ്ങിയതാണ്, അവസാനം വരെ നിൽക്കുന്ന സമയത്ത് എന്തെങ്കിലും അങ്ങനത്തെ ഫണ്ണി ആയിട്ടുള്ള ഇൻസിഡൻസോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ഫണ്ണായിട്ട് വീട്ടുകാർ ചോദിക്കാറുണ്ടായിരുന്നു, ഭ്രാന്തായോ കാണാറില്ലായിരുന്നു. എപ്പോഴും റൂമിൽ തന്നെ ആയതുകൊണ്ട് ഓൺലി ഫുഡ് കഴിക്കുന്ന സമയത്തായിരുന്നു കാണാറ്. ലാസ്റ്റ് ടൈം നമ്മളന്ന് പറഞ്ഞ പോലെയൊക്കെ വെറുതെ ചിരിക്കാറൊക്കെ ഉണ്ടായിരുന്നു? അതൊക്കെ ഉണ്ട്, വെറുതെ ഇങ്ങനെ ആലോചിച്ചിരിക്കും. ഓക്കെ, ഡോക്ടർ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഹാബിറ്റ് നിനക്കത് ഇനീഷ്യലി അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ടാവില്ല, ബട്ട് ലാസ്റ്റ് ടൈം എത്തിയ സമയത്ത് അത് ഭയങ്കര ഒരു കോമ്പറ്റീഷൻ ഇമ്പ്രൂവ് ആക്കാൻ സഹായിച്ച എന്തെങ്കിലും ഒരു ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു സമയത്ത്? ചില പോയിന്റ്സ് എല്ലാം ഇപ്പം മറന്നു പോകുമ്പം ലാസ്റ്റ് മൊമെന്റിലാണ് ഞാൻ ഈ പോക്കറ്റ് ഡയറി പോലത്തെ സംഭവം ഉണ്ടാക്കിയത്. അപ്പം എഴുതുമ്പോൾ വിചാരിച്ചു വലിയ കാര്യമൊന്നുമില്ല, പക്ഷെ എക്സാമിൻ്റെ ആ ഒരു 1 വീക്ക് മുന്നേ ജസ്റ്റ് അത് വായിച്ചു നോക്കിയപ്പോൾ ഏകദേശം എല്ലാ പോയിന്റ്സും ഓർമ്മയുണ്ട്. അപ്പോൾ ഒരു പോക്കറ്റ് ഡയറി എന്നുള്ളൊരു ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്.
ഫൈനലായിട്ട് ഒരു ക്വസ്റ്റ്യൻ, നമ്മുടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന സ്റ്റുഡൻസ് അല്ലെങ്കിൽ ബാട്ടിയുടെ സ്റ്റുഡൻസ് ഇവരോടൊക്കെ എന്ത് അഡ്വൈസ് ആണ് കൊടുക്കാനുണ്ടാവും? അല്ലെങ്കിൽ പ്രിപ്പറേഷൻ തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ട ഇന്റേൺഷിപ്പിൽ കേട്ട ഒരു മിത്ത് എന്നൊക്കെ പറയുമല്ലോ, അത് എന്തായിരിക്കും? നിന്റെ ഈ ഒരു റാങ്ക് നേടി, അപ്പോൾ അങ്ങനെ ഒരു മിത്തിനെ നീ എന്തായാലും ക്ലോസ് ചെയ്തിട്ടുണ്ടാവും, അപ്പോൾ അത് എന്തായിരുന്നു? എല്ലാവരും പറയും ഇന്റേൺഷിപ്പിൽ ഡിഫിക്കൽട്ടാന്ന്, പക്ഷെ എന്തായാലും നമ്മളൊന്നിനി ഇറങ്ങിയാൽ എങ്ങനെയായാലും നമ്മൾ ടൈം മാനേജ്മെന്റും എല്ലാം പഠിക്കും. പിന്നെ എപ്പോഴും കൺസിസ്റ്റന്റ് ആയിട്ട് എഫേർട്ട് ഇടുക. ഞാൻ വലിയ ബ്രൈറ്റ് സ്റ്റുഡൻ്റ് ഒന്നും അല്ലായിരുന്നു. അത് ഞാൻ ചോദിക്കാൻ പറ്റും, ബാച്ചിലർ ടോപ്പർ ആയിരുന്നു? അല്ല, ഞാൻ പണ്ട് ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. പിന്നെ എനിക്ക് പറ്റുമെങ്കിൽ ആർക്കായാലും പറ്റുന്നുള്ള സന്തോഷമാണ്. എന്താണ് ഫൈനലായിട്ട് MDS പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസിനോട് പറയാനുള്ളത്? കൺസിസ്റ്റന്റ് ആയി നിൽക്കുക, ഹാർഡ് വർക്ക് ചെയ്യുക, പിന്നെ റുട്ടീൻ കീപ്പ് ചെയ്യുക. എന്തായാലും മെൻ്റൽ എബിലിറ്റി അല്ല ഇതിൽ ചെക്ക് ചെയ്യുന്നത്, നമ്മൾ കൺസിസ്റ്റൻ്റ് ആയി ചെയ്തുകൊണ്ടിരുന്നത്. അതൊരു സ്പൈനൽ കോഡിൽ നമ്മളിപ്പോൾ റിഫ്ലെക്സ് ആക്ഷൻ പോലെ തന്നെ MCQ സോൾവിങ്ങും അതേപോലെ ആയിപ്പോവും. അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കും. സ്പെഷ്യാലിറ്റി ഏതാണ് താല്പര്യമുള്ള സ്പെഷ്യാലിറ്റി? എന്താണ് ഭാവി പരിപാടികളൊക്കെ? ഫസ്റ്റ് പ്രയോറിറ്റി ആർമി ഡെൻ്റൽ കോർപ്സിനാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് അത് കിട്ടിയില്ലെങ്കിൽ ഓറൽ സർജറിയാണ് താല്പര്യം.